മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന് ഭക്തജനത്തിന് കയറുന്നു. താൽക്കാലിക പാലം കൂടി തുറന്നതോടെ കൂടുതൽ ഭക്തർ എത്തിത്തുടങ്ങി. വിനായക ചതുർത്ഥി ദിവസമായ ഇന്ന് പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന് ഓരോ ദിവസവും കഴിയുന്തോറും കൂടുതൽ ഭക്തരെത്തുന്നു. ഇന്ന് വിനായക ചതുർത്ഥി, ചതയം നക്ഷത്രം എന്നീ വിശേഷ ദിനമായതിനാൽ പ്രത്യേക ആത്മീയ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. രാവിലെ സൂര്യഗണപതി പൂജയുണ്ടായിരുന്നു. തുടർന്ന് സുകൃതഹോമം നടത്തി. നീളാസ്നാനത്തിന് നിരവധി ഭക്തർ ഇന്നും എത്തിയിരുന്നു. കേരളത്തിന് പുറത്തു നിന്ന് ഉൾപ്പെടെ നിരവധി പേരാണ് മഹാമാഘ മഹോത്സവത്തിനെത്തുന്നത്. അറിയുന്ന ജനൻ ടി വി വഴിയാണ്. അത് ജനൻ ടി വിക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം മറ്റുള്ള ചാനലിലൊക്കെ ഞാൻ നോക്കി ഇത് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം കാണിക്കുന്നുണ്ടോ എന്ന്. പക്ഷേ ഇല്ല, ജനൻ ടി വിയിൽ നല്ല ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അതനുസരിച്ച് ആൾക്കാർ എത്തുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നതായിട്ട്. ബാംഗ്ലൂരിൽ തന്നെ ഞാനും ഇവിടെ നാട്ടുകാർക്ക് ചിലർക്ക് അറിയില്ല. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ജനൻ ടി വി ചെയ്യുന്നുണ്ട്. അതിന് നന്ദി രേഖപ്പെടുത്തുന്നു. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് തിരക്ക് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാലം കൂടെ ഓപ്പൺ ആയതോടെ കൂടെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. പാലക്കാട് നിന്നും പ്രയാണം ആരംഭിച്ച വിശുദ്ധ രഥയാത്ര ഇന്ന് വൈകിട്ടോടെ തിരുനാവായയിൽ എത്തിച്ചേരും. ജനുവരി 18 ആരംഭിച്ച മഹാമാഘ മഹോത്സവം ഫെബ്രുവരി 3 വരെയാണ് നടക്കുക. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന് ഓരോ ദിവസവും ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വ്യത്യസ്ത പൂജകളും ഹോമങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പാലം കൂടി തുറന്നതോടെ കൂടുതൽ ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കാവിലക്കാട്ടിനൊപ്പം ശിവദാസ് കൽമനം, ജനം, മലപ്പുറം.